واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون وإذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم لمرسلون واضرب لهم مثلا أصحاب القرية. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉദാഹരണമായി പറയുകയാണ്, വദ്രിബ് ലഹും മസലൻ, നിങ്ങൾ ഈ മക്കക്കാർക്ക് നബിയെ നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. അസ്ഹാബൽ ഖറിയ, ഒരു നാട്ടുകാരുടെ ഉദാഹരണം, ഒരു പ്രദേശക്കാരുടെ. ഇദ് ജാഅഹൽ മുർസലൂൻ, അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാർ വന്നു, നബിമാർ വന്നു, മെസഞ്ചറുകൾ വന്നു. ഏതു നാടാണ് ഈ നാട്? അത് തഫ്സീറുകളിൽ കാണുന്നു, അന്നഹ ഖരിയത്തുൻ ഖുറ റൂമി, അത് റോം ദേശത്തിന്റെ ഇന്നത്തെ അറിയപ്പെട്ട ഇറ്റലി, അതേപോലെ ഫ്രാൻസൊക്കെ ഉൾപ്പെടുന്ന റോം, ആ റോം ദേശത്തിന്റെ അടുത്തുള്ള അന്താക്കിയ എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തേക്കാണ് പ്രവാചകന്മാർ വരുന്നത്. അവിടത്തേക്ക് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 2 പ്രവാചകന്മാരെ അയച്ചു. 2 ആൾക്കാർ, അവർ 2 നബിമാരായിരുന്നു. അങ്ങനെ അവർ 2 ആൾക്കാരെ അയച്ചപ്പോ ആ ആൾക്കാരെന്താ ചെയ്തത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, കാന മൂസ ഇബ്നു ഇമ്രാൻ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, അതുപോലെ ഈസാ നബി അലൈഹിസ്സലാം, ഈ 2 നബിമാരുടെ ഇടയിൽ അൽഫസനത്തി വതിസ്ഉമിയ സന, 1900 വർഷങ്ങളുടെ ഇടയുണ്ടായിരുന്നു. ഈ 2 നബിമാർ, മൂസാ നബി അലൈഹിസ്സലാം വന്ന് അതിന്റെ ഇടയിൽ ഈസാ നബി അലൈഹിസ്സലാം വരുമ്പോൾ 1900ഓളം വർഷങ്ങൾ, ഏകദേശം 2000-നോട് അടുത്തു വരുന്ന വർഷങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ തൗറാത്തും ഇഞ്ചീലും തമ്മിൽ അത്ര ഇടയിൽ ഡിഫറൻസ് ഉണ്ട്, അത്ര സമയത്തിന്റെ ഡിഫറൻസ് ഉണ്ട്. അവർക്കിടയിൽ വേറെയും ചില നബിമാർ വന്നിട്ടുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട പ്രവാചകന്മാർ ഈ 2 ആൾക്കാരാണ്, മൂസാ നബിയും ഈസാ നബി അലൈഹിസ്സലാമുമാണ്. മൂസാ നബി അലൈഹിസ്സലാമിക്ക് അല്ലാഹു തൗറാത്ത് എന്നുള്ള വേദം കൊടുത്തു. വാതൈന മൂസ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിക്ക് അല്ലാഹു തആല പറയുന്നു, ഞാൻ തൗറാത്ത് എന്നുള്ള ഗ്രന്ഥം കൊടുത്തു. എന്നാൽ അതിന്റെ ശേഷം അതിന്റെ ഇടയിൽ സബൂർ എന്നുള്ള വേദഗ്രന്ഥമുള്ള ഒരു നബി വന്നിട്ടുണ്ട്, ദാവൂദ് നബി അലൈഹിസ്സലാം. പക്ഷെ ദാവൂദ് നബി അലൈഹിസ്സലാം ആണെങ്കിൽ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ഗ്രന്ഥം ഈസാ നബി അലൈഹിസ്സലാമിന്റെയും അതുപോലെ മൂസാ നബി അലൈഹിസ്സലാമിന്റെയും തൗറാത്തും അതുപോലെ ഇഞ്ചീലും പോലെ അത്രയ്ക്കും പ്രസിദ്ധമായൊരു ഗ്രന്ഥമല്ല. അത് പ്രത്യേകമായൊരു നിയമം ഇവിടെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി വന്ന കിതാബല്ല സബൂർ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വാതൈനാ ദാവൂദ സബൂറ, ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിലേക്ക് ഞാൻ സബൂർ എന്നുള്ള വേദഗ്രന്ഥം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കണം, അല്ലാഹു തആല ഈ കൊടുത്ത ഗ്രന്ഥം അത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്ത് ശക്തിപ്പെടുത്താനുള്ള ഒരു ഗ്രന്ഥം മാത്രമായിരുന്നു എന്നല്ലാതെ വാസ്തവത്തിൽ അത് തൗറാത്ത് പോലത്തെ ഗ്രന്ഥമായിരുന്നില്ല എന്നും ഇമാമികൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നിവിടെ നിലവിൽ അറിയപ്പെടുന്ന സ്ക്രിപ്ചറുകൾ 2 ഒന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്ത്, തോറ എന്ന് ഇംഗ്ലീഷിലൊക്കെ പറയപ്പെടുന്ന ഗ്രന്ഥം. എന്നാൽ അതും ഇന്ന് മാറ്റിമറിച്ചുപോയി. 2ാമത്തത് ബൈബിൾ എന്ന പേരിൽ ഇന്നറിയപ്പെടുന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഇഞ്ചീൽ. ആ ഇഞ്ചീൽ അതും ഇങ്ങനെ ഈസാ നബിന്റെ ആൾക്കാരെ ജീസസ് എന്ന ഒരു ഈസാ നബി അലൈഹിസ്സലാമിനെ പറയും, മൂസാ നബി അലൈഹിസ്സലാം മോശസ് എന്ന് പറയും. എന്നാൽ
ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ തബൂറാണ്. ആ തബൂർ ഇവിടെ പ്രത്യേകമായ നിയമം പാസ്സാക്കാൻ വേണ്ടി വന്നതല്ല. പാൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിന് പിന്നെ നാളെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആൾക്കാരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയാൽ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ സബൂർ എന്ന ഗ്രന്ഥം ഇവിടെ വായിച്ചു കേൾപ്പിക്കാറുണ്ടാകുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. കാരണം ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ ഗ്രന്ഥം ഇവിടെ നിയമം പാസ്സാക്കാൻ വേണ്ടി വന്നതല്ലെങ്കിലും ദാവൂദ് നബി അലൈഹി ഇസ്ലാം വലിയ സ്വരമാധുര്യമുള്ള ആളായിരുന്നു. നല്ല പാട്ട് പാടുന്ന ആൾക്കാരെ പോലത്തെ നല്ല ഒരു സൗണ്ടുള്ള നല്ലൊരു വോയിസ് ഉള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിലൂടെ സ്വർഗത്തിൽ നാളെ മുഅ്മിനീങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. ഇരിക്കട്ടെ സഹോദരന്മാര്, എന്നാൽ നാം മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഈ റസൂലുള്ളാഹിയും ഇടയിൽ എത്ര വർഷമുണ്ട്? അതും ഇമാമിയങ്ങൾ ഇവിടെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ദുറുൽ മൻസൂർ പോലത്തെ തഫ്സീറുകൾ പറയുന്നു, കാന ബൈന മീലാദ് ഈസാ വന്നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 500 സന و69, ഏകദേശം 569 വർഷമുണ്ടായിരുന്നു. ഇതൊരു ഏകദേശം പറഞ്ഞതാണ്, അല്ലാതെ ഇനി വേറൊരു ഗ്രന്ഥത്തിൽ വേറൊരു അഭിപ്രായം ഇല്ലാതിരിക്കണമെന്നില്ല. ദുറുൽ മൻസൂറിൽ അങ്ങനെയാണ് കാണുന്നത്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ അത്തരം വർഷങ്ങൾക്ക് ശേഷം വേറൊരു നബി വന്നിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഇടയിൽ വേറെ നബിമാർ വന്നിട്ടില്ല. അതേസമയം ഈസാ നബിയുടെയും മൂസാ നബിയുടെയും ഇടയിൽ 1900 വർഷമുണ്ട്. അതിന്റെ ഇടയിൽ നബിമാർ വേറെയും കുറെ വന്നിട്ടുണ്ട്. അവർ ഇസ്ലാമിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അല്ലാഹു തആല ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണ്. അന്താക്കിയ എന്നുള്ള റോം ദേശത്തിന്റെ അടുത്തുള്ള നാട്ടുകാരിലേക്ക് ഒരു പ്രവാചകനെ അല്ലാഹു തആല 2 ആൾക്കാരെ അയക്കുകയാണ്. എന്നിട്ട് അതിന്റെ ശേഷം